നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കൈക്കൂലി വാങ്ങി ഫലം അട്ടിമറിച്ചതിന് വിധികർത്താവിനെയും പ്രതിഷേധിച്ചു എന്നതിന്റെ പേരിൽ വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്തു നീക്കിയതുൾപ്പെടെ പല നാടകീയ രംഗങ്ങൾക്കുമാണ് ഇത്തവണ കേരള സർവകലാശാല കലോത്സവം സാക്ഷ്യം വഹിച്ചത്. മത്സര ഫലങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്ന രീതിയിൽ പ്രചരിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങളും ശബ്ദരേഖകളുമൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ കലോത്സവങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ വിവാദങ്ങളും സംഘർഷങ്ങളും പരാതികളും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. മത്സരഫലം അട്ടിമറിക്കാൻ പണം ചോദിച്ചുകൊണ്ടുള്ള ശബ്ദരേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലക്ഷങ്ങളാണ് ഓരോ സ്ഥാനങ്ങൾക്ക് വേണ്ടിയും ചോദിക്കുന്നത്. 1-ാം സ്ഥാനത്തിന് 1.5 ലക്ഷം, 2-ാം സ്ഥാനത്തിന് 1 ലക്ഷം, 3-ാം സ്ഥാനത്തിന് 50,000 എന്നിങ്ങനെയാണ് സ്ഥാനമാനങ്ങൾക്കുള്ള പ്രതിഫലം. ഇനി പണം നൽകിയ മത്സരാർത്ഥികളെ വിധികർത്താക്കൾ തിരിച്ചറിയണമല്ലോ. അതിനുള്ള മാർഗങ്ങളും രസകരമാണ്. പണം നൽകിയവരെ വിധികർത്താക്കൾക്ക് മനസ്സിലാക്കാൻ മത്സരാർത്ഥികളുടെ കാൽപാദത്തിന്റെ അടിയിൽ അടയാളമിടണമത്രേ. ഇത്തരം കാര്യങ്ങൾ ആശയവിനിമയം ചെയ്തതുകൊണ്ടുള്ള വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് മത്സരാർത്ഥികളും ഇടനിലക്കാരും തമ്മിലുള്ള ഈ സന്ദേശങ്ങൾ പ്രചരിക്കുന്നത്. മാർഗംകളിയുടെ വിധി നിർണയത്തിന് പിന്നാലെയാണ് കോഴ ആരോപണങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയത്. കോഴ വാങ്ങി വിധി നിർണയം അട്ടിമറിച്ചതിന്റെ പേരിൽ വിധികർത്താക്കളടക്കം അറസ്റ്റിലായി. വിധികർത്താക്കൾക്കെതിരെ 100 കണക്കിന് പരാതികളാണ് സർവകലാശാല അധികൃതർക്ക് ലഭിച്ചിട്ടുള്ളത്. സംഘർഷമുണ്ടാവുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ VC ഇടപെട്ട് ചരിത്രത്തിൽ ആദ്യമായി മത്സരങ്ങൾ പൂർത്തിയാകുന്നതിന് മുൻപ് യുവജനോത്സവം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. KSU ലോ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ച 16 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു. പ്രതിഷേധവുമായി KSU പ്രവർത്തകരും രംഗത്തെത്തിയതോടെ സംഘർഷം കനത്തു. പല മത്സരങ്ങളും മുടങ്ങി. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. SFIയുടെ ആധിപത്യം ഇല്ലാത്ത കോളേജുകൾ മത്സരങ്ങളിൽ പോയിന്റ് നില വർദ്ധിപ്പിച്ചപ്പോൾ അത് SFI തടഞ്ഞെന്നും ആരോപണമുണ്ട്. പരാതികൾ തീർക്കാതെ മത്സരങ്ങൾ നടത്തേണ്ട എന്ന് തീരുമാനിച്ചതോടെ സമാപന സമ്മേളനവും ഉപേക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ പ്രഖ്യാപിക്കാനുണ്ടായിരുന്ന മത്സരഫലങ്ങൾ പ്രഖ്യാപിക്കേണ്ട എന്ന്, ട്രോഫികൾ നൽകേണ്ട എന്നും VC പറയുകയായിരുന്നു. മത്സരങ്ങൾ മുടങ്ങിയതോടെ മണിക്കൂറുകളോളം മേയ്ക്കപ്പെട്ട് കുട്ടികൾ കാത്തിരിക്കേണ്ടതായും വന്നു. അവസാന ഇനമായ സംഘനൃത്തത്തിന് വേഷമിട്ടിരുന്ന പെൺകുട്ടികൾ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ പ്രതിഷേധ നൃത്തം അവതരിപ്പിച്ചതുമെല്ലാം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. കലാമേള കലാപമായി മാറിയ സാഹചര്യത്തിലാണ് യുവജനോത്സവം നിർത്തിവെച്ചത്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം അതിരുവിടുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ഭയപ്പെട്ടു. വയനാട്ടിൽ സംഭവിച്ചത് സംഭവിക്കാതിരിക്കാൻ ഉത്തരവിറക്കി. വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ പറഞ്ഞു. ഇതിനു മുൻപ് കേരള സർവകലാശാല കലോത്സവത്തിന് ഇൻതിഫാദ എന്ന പേര് സംബന്ധിച്ച് വലിയ വിവാദങ്ങളാണ് ഉണ്ടായിരുന്നത്. ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് കേസും വന്നിരുന്നു. തുടർന്ന് കലോത്സവത്തിന് ഇൻതിഫാദ എന്ന പേര് നൽകുന്നത് വൈസ് ചാൻസലർ വിലക്കി. ഇസ്രയേലിനെതിരെ ഫലസ്തീൻ ഉപയോഗിക്കുന്ന പേരായതുകൊണ്ട് അത് ഉപയോഗിക്കരുതെന്ന് കാട്ടി VCക്ക് പരാതി ലഭിക്കുകയായിരുന്നു. പാതി വഴിയിൽ നിർത്തിവയ്ക്കപ്പെടേണ്ടി വന്ന ഈ കലോത്സവവും എല്ലാ കാലവും ചരിത്രത്തിൽ കേരള സർവകലാശാലയ്ക്ക് തന്നെ അപമാനമായിരിക്കും. വിദ്യാർത്ഥികളുടെ മാസങ്ങളോളം വരുന്ന കഠിനാധ്വാനവും പ്രയത്നവുമൊക്കെ വിഫലമാവുകയാണ് ഇവിടെ ചെയ്തത്. SFI അവരുടെ ആക്രമണ മുറകൾ ഇപ്പോൾ സ്ഥിരം പരിപാടിയാക്കിയിരിക്കുകയാണ്.